മലയാള സിനിമയിൽ ഇപ്പോൾ റീ റിലീസിന്റെ കാലം കൂടിയാണ്. ഗംഭീര ചില സിനിമകൾ റീ റിലീസായി എത്തി മോഹൻലാലിന്റേതായി. അതെല്ലാം ഗംഭീരമായി വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഒരു റീ റിലീസ് ഗംഭീരമായി തന്നെ എത്തിയിരിക്കുകയാണ്. വെള്ളിയേട്ടൻ എന്ന ചിത്രത്തിന്റെ 4K വെർഷൻ. റീ റിലീസിൽ പുത്തൻ സാങ്കേതിക തികവോടെ തിയേറ്ററിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ വെള്ളിയേട്ടനെ ഹർഷാരവങ്ങളോടെ സ്വീകരിക്കുകയാണ് ആരാധകർ. ചെണ്ടമേളവും ആഘോഷങ്ങളുമായി ചിത്രത്തെ ആരാധകർ വരവേറ്റത്. അറക്കൽ മാധവനുണ്ണിയായി മമ്മൂട്ടിയെ വീണ്ടും സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിനൊപ്പം സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റിക്ക് കൂടി പ്രേക്ഷകർ കയ്യടി നൽകുന്നുണ്ട്. 4K അറ്റ്മോസ് ഡോൾബി എത്തിയിരിക്കുന്ന ചിത്രം പഴയ പതിപ്പിന്റെ നൊസ്റ്റാൾജിക് ഫീൽ നിലനിർത്തുമ്പോൾ തന്നെ ശബ്ദത്തിലും ദൃശ്യത്തിലും കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. 2000 സെപ്റ്റംബറിൽ ആദ്യമാണ് തിയേറ്ററിലേക്ക് എത്തിയ വെള്ളിയേട്ടന് രഞ്ജിത്തായിരുന്നു തിരക്കഥ ഒരുക്കിയത്. മോഹൻ സിത്താര പാട്ടുകളും സി രാജാമണി പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരുന്ന ചിത്രത്തിനായി ക്യാമറ ചലിപ്പിച്ചത് രവി വർമ്മനും എഡിറ്റിംഗ് നിർവഹിച്ചത് എൽ ഭൂമിനാഥനുമായിരുന്നു. IV ശശി, മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ ആവനാഴി, ഭരതൻ ഒരുക്കിയ അമരം തുടങ്ങിയ ചിത്രങ്ങളും മമ്മൂട്ടിയുടേതായി റീ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. മമ്മൂട്ടിയുടെ തന്നെ പാലേരി മാണിക്യം നേരത്തെ റീ റിലീസ് ചെയ്തിരുന്നു. എന്നാൽ ചിത്രത്തിന് ഈ വരവിൽ പ്രേക്ഷക ശ്രദ്ധ നേടാനായിരുന്നില്ല. എന്തായാലും മമ്മൂട്ടിയുടെ വെള്ളിയേട്ടൻ എത്തിയപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്ഫടികം എന്ന മോഹൻലാൽ ചിത്രത്തെ ബോക്സ് ഓഫീസിൽ തകർത്തോ എന്നതാണ്. എന്നാൽ ഇപ്പോഴും സ്ഫടികം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കളക്ഷനിൽ തന്നെ. വെള്ളിയേട്ടൻ നവംബർ 29 തിയേറ്ററിലേക്ക് എത്തിയത്. അന്നേ ദിവസം 21 ലക്ഷമാണ് നേടിയെടുത്തത്. ഇന്ന് ശനിയാഴ്ച നവംബർ 30 രാവിലെ 10 മണി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 6.1 ലക്ഷം മാത്രമാണ് ടിക്കറ്റ് സെയിലൂടെ നേടിയത്. ഡിസംബർ 1 കടക്കുമ്പോൾ അഡ്വാൻസ് ആയി 3.5 ലക്ഷം രൂപയും 10 മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നേടിയിട്ടുണ്ട് എന്നും ട്രേഡ് അനലിസ്റ്റുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത് സൂക്ഷ്മദർശിനി എന്ന ചിത്രമാണ്. മലയാളത്തിലെ റീ റിലീസിൽ ഓപ്പണിംഗ് കളക്ഷനിൽ മോഹൻലാലിന്റെ സ്ഫടികം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. എന്തായാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും റീ റിലീസുകളെ തമ്മിൽ ബോക്സ് ഓഫീസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് മുന്നിലേക്ക് ഒരു മെഗാ ബജറ്റ് സിനിമയുമായി എത്തുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു ഗാങ്സ്റ്റർ കഥാപാത്രമാണെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റിവഞ്ച് ത്രില്ലർ ജോണറിൽ ഉൾപ്പെടുന്ന സിനിമയിൽ മമ്മൂട്ടി എത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായാണ്. ഫഹദ് ഫാസിൽ എത്തുന്നത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണെന്നും വിവരങ്ങൾ വരുന്നു. ചിത്രത്തിന്റെ ഒരു സിനോപ്സിസ് പുറത്തു വന്നപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മോഹൻലാൽ മാഫിയ ഡോണും മമ്മൂട്ടി സീനിയർ കോപ്പും ഫഹദ് ഫാസിൽ തീഫും കുഞ്ചാക്കോനും ഇതിൽ മറ്റൊരു വ്യത്യസ്ത റോളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ സിനോപ്സിസ് പുറത്തു വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ഒരു കാര്യം ഉറപ്പിച്ചു. കാരണം വരാൻ പോകുന്ന ഈ സിനിമ ദ ഗാങ്സ്റ്റർ, ദ കോപ്പ്, ദ ഡെവിൾ റീമേക്ക് ആയിരിക്കുമോ എന്ന രീതിയിൽ അതിന്റെ ഒരു ടോൺ ഉണ്ടല്ലോ ഈ ചിത്രത്തിന് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ പുറത്തു വന്നിരിക്കുന്ന സിനോപ്സിസ് ഈ ചിത്രത്തിന് തന്നെ ആകണമെന്ന് ഉറപ്പില്ല. ഒരു റൂമറായി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്കിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു ഗംഭീര വരവായിരിക്കും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഈ ചിത്രത്തിൽ എന്നത് ഉറപ്പിക്കാം. നവംബർ 17 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോവൻ എന്നിവർ ഒന്നിച്ചുള്ള സീനുകൾ ശ്രീലങ്കയിൽ ചിത്രീകരിച്ചിരുന്നു. മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ. ആൻഡോ ജോസഫ് ഫിലിം കമ്പനി അവതരിപ്പിക്കുന്ന മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ ചിത്രം എന്നാണ് സിനിമയുടെ ക്ലാപ്പ് ബോർഡിൽ നൽകിയിരിക്കുന്നത്. ബോളിവുഡിലെ പ്രശസ്തരായ സിനിമാറ്റോഗ്രാഫർ മനൂഷ് നന്ദനാണ് ഛായാഗ്രഹണം. സംഗീതം സുഷിൻ ശ്യാമാണ്.